മുജാൻ വരൂ. എടാ മൂഞ്ചാനെന്നൊക്കെ അവര് കേക്കുന്നത്. അല്ല വാ ഇങ്ങ പേടിക്കുന്ന ബാ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ സ്റ്റീഫൻ കാട്ടാക്കട. അല്ല ഇപ്പൊ ഇങ്ങ തുറേഷ് എബ്രാം അത് കഴിഞ്ഞ സ്റ്റീഫൻ പനമ്പള്ളി. സ്റ്റീഫൻ പനമ്പള്ളി മുണ്ട എടുക്ക ആണല്ലേ? ഇപ്പൊ ഇതാണ് വണ്ടി. ഇതാണ് വണ്ടി. ഇല്ല ഇതാണല്ലോ വണ്ടി, അപ്പുറത്താണ് വണ്ടി. സയ്യിദ് ആജാ, സയ്യിദ് വണ്ടി എടു. കേറിയാലോ ഞാനാണോ വണ്ടി എടുക്കണ്ടേ? സയ്യിദ് പിന്നാമ്പുറത്തിരുന്നോ? ബ്ലാക്ക് സ്ക്വാഡോ? ബ്രോ കെ എ ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്താണ് സയ്യിദ് പറഞ്ഞോട്. ആർക്കും അറിയില്ല. ഹലോ, നിങ്ങൾ കെ എ ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങള്? കേക്കാൻ ആഗ്രഹിക്കുന്ന ഗ്യാങ് എന്നാണ്? അല്ല കണ്ണാപ്പി ഗ്യാങ് കേട്ടിട്ടുണ്ടോ? കണ്ണാപ്പി ഗ്യാങ്. മുട്ടായി വർക്കല്. ഹലോ ഞാൻ പെട്ടെന്ന് മറ്റേ സ്കൂളിലെ സ്പോർട്സ് ആണ് അല്ല അങ്ങനെയൊക്കെ പേര് പറഞ്ഞപ്പോ ഞാൻ ചകാന്ന്. എടാ ഉച്ചയെ ഇപ്പൊ നമുക്കിപ്പോ സയ്യിദ് മസൂദ് ഉണ്ട് ഇപ്പൊ കൂടെ. കായ് മസൂദ് ഇപ്പൊ കൂടെ ഉണ്ട്. കായ് മസൂദ് അടുത്തതിന് നീയാണ് വരേണ്ടത്. നിനക്ക് എന്ത് വേഷം തരുന്നതാണെങ്കിലേ നീ മറ്റേ സ്റ്റീഫന്റെ കൂടെ മറ്റേ താടിയൊക്കെ വെച്ചെടുത്തില്ലേ, മറ്റേ കാട്ടി ജീവിക്കുന്നിടത്ത്. അത് തന്നെ വണ്ടി നിക്ക്. സാർ കെ എ ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടവരും കണ്ടവരും ആരും ഇപ്പൊ ഈ ലോകത്തില്ല. സാറിന് അതുപോലെ കേൾക്കണോ? സാർ, നമ്മുടെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരേ ഒരു രാജാവ് വന്നൂറ്. ഓരോ ദേശത്തിന് പെട്ട് കഴിഞ്ഞാൽ നീറി എറിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഓരാന്ന് നിങ്ങളെ ശരിക്കുള്ള രാജാവെന്ന്. നിങ്ങൾക്കറിയണ? അറിയാൻ താല്പര്യണ്ടാ? ഞാനാണ് രാജാവ്, നിങ്ങളുടെ ഒരേ രാജാവ്. നമ്മുടെ പുതിയ അപരാധി അല്ല, അപരാധമല്ല, അവതാരം. അവതാരം, പുതിയ അവതാരമാണ് സാർ. ശരിയാണ് സാർ. എമ്പുരാൻ ഫീലുക്കളായിരുന്നു, ലൂസിഫർ ശക്തിയില്ലാത്തവരായിരുന്നു. പക്ഷേ പി കെ രാമദാസ് സാറിന്റെ മുമ്പ് വെച്ച് കഴുത്തറത്തില്ലേ? എന്നിട്ട് പ്രതിമാക്കിയില്ലേ സാറേ? ഓറ് പ്രതിമേ എന്റെ പക ബാക്കിയെല്ലാം കൊള്ളാം. ഇൻട്രോ പറയാൻ വേണ്ടി വേറെ ആളെ വിളിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. സാർ ഞാൻ ഒരു കാര്യം, ഇതൊന്നും ഒഴിവായിട്ട് കുറേശ്ശെ കുറെ പൈസ തരും സാർ. ഈ വേൾഡ് മൊത്തം ഭരിക്കുന്ന കെ ഗ്യാങ്ങിനെ പറ്റി സാറിന് എന്തെങ്കിലും അറിവുണ്ടോ? കെ ഗ്യാങ്ങിനെ പറ്റി അവര് കഴിഞ്ഞ വട്ടം മറ്റേ മുതുകി വന്നിട്ട് ബർഗറൊക്കെ പഴങ്ങഞ്ഞ് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാ ചാറ്റിയിരുന്നത്? എന്താണ്? സാറിനറിയില്ല. സാർ അത്ര അവര് വന്നിട്ട് പഴങ്ങഞ്ഞ് മേടിച്ചോണ്ട് പോയായിരുന്നു മുതുക്കുന്ന. പിന്നെ
സാറേ ഇയാളെ പിടിച്ചുകൊണ്ടോയിക്കോ ഹലോ, ഹലോ. പച്ചമുടി കൊണ്ടോയിക്കോ നൈസായിട്ട് പഴശ്ശിയല്ലേ ഇത്, പഴശ്ശി. നിനക്ക് ലോകം ഭരിക്കുന്ന കെ ഗ്യാങ്ങിനെ പറ്റി പഴശ്ശിയല്ല. അറിയോ? ലോകം ഭരിക്കുന്നേ കെ ഗ്യാങ്ങിനെ കെ പറ്റി അറിയോ? ഗ്യാങ് അയ്യോ അറിഞ്ഞൂടാ? അറിഞ്ഞോ സെയ്ദ് കണ്ണാപ്പി? സെയ്ദ് ഓരോ ശിങ്കടീന്ന് അറിയാം നിങ്ങക്ക്? നിങ്ങളുടെ പേരെന്താ? ഓരെ തന്നെ അറിയത്തില്ല. ശിങ്കടീന്റെ പേര് കായ് മസൂദ്. അത് ഞാൻ. ഇൻട്രൊഡക്ഷൻ എന്റെ ഇൻട്രൊഡക്ഷൻ. ഒരേ ഒരു രാജാവുണ്ട്, അതൊരു രാജാവാണ്. ഓർക്ക നിങ്ങൾ അറിഞ്ഞ ആൾക്കാരൊന്നും ഇപ്പൊ ഭൂമിയിലില്ല ശരിക്കും പറഞ്ഞാല്. നിങ്ങൾ എന്താ വിടൂല ആള് നിക്ക്, ഇങ്ങ് കേക്ക്, ബാക്കിയും കൂടെ കേക്ക്. ആ അട്ടമച്ചാൻ പറ. ആ ഇത് ആള് രാജാവ് വന്നു. രാജാവ് ഞാൻ വിളിക്കും തന്നെ. നമ്മുടെ ഒരേ ഒരു രാജാവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദേശത്തെ മുന്നിൽ നിൽക്കുമ്പോ രാജാവ് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ, അതാണ് നിങ്ങൾ. ബൈജാൻ നമുക്ക് ആ ലോറിയിൽ ഇനി ബാക്കി ട്രാവൽ ചെയ്യാം. ബൈജാൻ ബൈജാൻ ഹലോ കണ്ണാപ്പി എമ്പുരാനേ. വണ്ടിയുടെ നിങ്ങൾ പകയുടെ മുമ്പിൽ നീറി ഒടുങ്ങുമ്പോഴാണ് ആലോചിക്കുന്നത് നിങ്ങളുടെ ഒരേ ഒരു രാജാവ് എമ്പുരാൻ. ശരിയാത് നേരെ മാസ് ഷോപ്പിലോട്ട് രാജാവിനെ കൊണ്ട്. ഒന്നുമില്ല ബ്രോ, താങ്ക് യു. ആവശ്യമില്ല, നമുക്ക് രത്നങ്ങളുടെയും വൈരങ്ങളുടെയും ബിസിനസ് ഉള്ള ആള്. അല്ല തമ്പിയേട്ടാ, നീ നേരത്തെ എന്റെ സാമാനം പിടിച്ചോന്നല്ലേ നീ എന്റെ ചപ്പിയിലെ സാമാനം പിടിച്ചോന്നാ ഇവ. അല്ല ഞാൻ എമ്പുരാനാ. ഒരു മര്യാദ നിങ്ങൾ ഇന്ന് നമ്മള് സ്വിച്ച് നമ്മുടെ കൺട്രോൾ ആക്കുന്നത് കെ ഗ്യാങ്ങിന്റെ. നേരെ മാസ് ഷോപ്പിൽ ചെല്ലേ, എന്നിട്ട് നമ്മള് ഡ്രസ് എല്ലാം മാറാൻ പോകും. ഞാൻ പറയും, ഞാൻ പറയാം. അണ്ണ ഈ വണ്ടി നടക്കണം. അണ്ണന്റെ പേര് സൂത്രം ചേർന്നിരിക്കുന്നു. ഹലോ ബ്രോ. അവിടെ ഓനെ പുറത്തിട്ടാ വേണ്ട, കേസാ. എന്നെയാണോ ഇവിടെ പുറത്തിടാൻ പറഞ്ഞേ? അണ്ണനല്ല എല്ലാരും 81.2 കയറ്. ഓക്കെ അണ്ണാ. 81.2. അപ്പൊ 81.1 ഞാൻ മാത്രമേ. ഇതല്ല സ്റ്റീഫന്റെ ഡ്രസ്, ഡ്രസ്. ഇതിപ്പോ ഇതൊക്കെ മതി സ്റ്റീഫൻ ഉള്ള ഡ്രസ്. അല്ലല്ല, ബാറ് നല്ല ഡ്രസ് എന്റെ അടുത്തുണ്ട്. താടിയിട്, ബാക്കി ഡ്രസ് ഞാൻ പണ്ട് 2 മിനിറ്റ് ഞാൻ സെറ്റാക്കി വെച്ച്. താടി ഏറ്റു ലാസ്റ്റ് പോട്ടാ. അതാ മറ്റേത് ഇതന്നെ. സ്റ്റീഫച്ചായന്റെ ഗ്ലാസ് ഇതല്ലോടാ. അത് എല്ലാം മാറ്റാ. നമ്മളിപ്പോ കണ്ണൻ എന്താ വിളിക്കുക? കണ്ണാപ്പിന് വിളിക്കണ പേരാ എന്നെ അറിയാവുന്നവരുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ തന്തയല്ല എന്റെ തന്ത. സൗണ്ട് ഒക്കെ പ്രൊഫഷൻ അല്ലേ? ഈ ട്രക്കിന്റെ കളർ എങ്ങനെ പറയാ? നമുക്ക് ഒരു 4 ഡിഫൻഡർ വേണം. എല്ലാരും ഓരോരോ വണ്ടിയില്. ഫ്രണ്ടിൽ എന്റെ മറ്റേ അംബാസഡർ ആർക്കാ ഉള്ളത്? പ്രശ്നമാണല്ലോ. അംബാസഡർ കിട്ടു. അമിത് കേസറോ താങ്ക്സ് ഫസ്റ്റ് ഗോൾ. താങ്ക്സ് ₹100 സൂപ്പർ ചാറ്റ്. വീണ്ടും അടുത്ത ഗോളായിട്ട് അമിത് ബ്രോ എത്തിയിരിക്കുന്നു. ലൈക്ക് അടിക്കണ്ടേ? അടിക്കണേ. അധികം ഓവർ ആക്കണ്ട, അടി കൊണ്ട് ചാണ്ട വരും. അത് നിങ്ങളെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടാ രണ്ടാളും ബാക്കിൽ നിൽക്കുന്നേ. ഇവിടെ ഹെൽമെറ്റ് ഇല്ലാണ്ട് കൊറേ പേര് അടിച്ചിട്ടുണ്ട്. ആകെന്ത് ഹീലിംഗ് ഇല്ല. നീ അന്ന് അടിച്ചിട്ടില്ല, ഇനി അന്ന് അച്ചായന്റെ പെണ്ണാണ് ആടിയിരുന്നേ. അച്ചായൻ ഞാൻ ഓരോരുത്തർക്ക് ഓരോ ഡയലോഗ് വരും. ഈ സൂത്രൻ ജമാലും അല്ലേ?
തന്നെന്ന് പറ. കായ് മസൂദാണ് ഇൻട്രോഡക്ഷൻ പറഞ്ഞത്. ജമാലു ഇൻട്രസ്റ്റഡ് അണ്ണാ ഇൻട്രസ്റ്റഡ്. ഫുള്ള് പറയണ ഒരേ ഒരു രാജാവിന്റെ ഇതൊരു കുമ്മില്ല ഇതൊരു കുമ്മില്ല ഇതൊരു കുമ്മില്ല ഇത് ഒന്നുമില്ല എന്നാ മാറ്റട്ടെ. അല്ല നമുക്ക് എല്ലാവർക്കും ഇവന്റെ റെസ്റ്റോറന്റ് തമ്പിയുടെ ഡ്രസ് ഇടല്ലാരും. അച്ചായനായി ആദ്യം, പിന്നെ അച്ഛനായി, പിന്നെ കുറച്ച് കഴിയുമ്പോ വേറെ എന്തെങ്കിലും വിളിക്കണം. ടീഷർട്ട് 15, ടെർസോ 805. ജമാലു ഹലോ എടാ നീ ഹലോ ദൈവം ഹലോ ഇങ്ങോട്ട് ദൈവം ഒന്ന് പ്രത്യക്ഷപ്പെടുവോ? ദൈവം എനിക്ക് മറ്റേ അംബാസഡർ എടുത്ത് തരുമോ? സിറ്റി മറ്റേ ഇത് ചെയ്യാൻ സ്റ്റീഫന്റെ ആർപി ചെയ്യാനായിരുന്നു. KLT 36 നമ്പരേ. KLT 3 T/. മേടിക്കോ? T/ മേടിച്ചോ പറഞ്ഞുതരാം. ഒരു ഇച്ചിരി ഫ്രണ്ടിലും ബാക്കിലും മറ്റേ ഗാങ്സ്റ്റർ ആയിട്ട് പോകാൻ പറ്റിയ ഒരു 2 വണ്ടി തരുമോ? ഇല്ലാത്ത വണ്ടി ഒരു ലുക്കിന് വേണം. നമ്പർ പ്ലേറ്റ് മാറ്റിയില്ലായിരുന്നേ? നമ്പർ പ്ലേറ്റ് ജീവാഗൺ ഇല്ലേ? ജീവാഗൺ ഉണ്ടല്ലോ. ജീവാഗൺ ഇല്ലാന്ന് തോന്നുന്നു. 2 ബെൻസ് വാങ്ങിച്ചാ മറ്റേ ക്ലൈമാക്സ് ലാസ്റ്റ് 2 ബെൻസ് വരുന്നില്ല. ജീവാഗണോ ബ്രാബസോ എന്തോ ഇല്ലേ ഇവിടെ? ഇവിടെ നിക്കണേ, ഇതൊന്ന് റെഡിയാക്കിട്ട് വരാവേ. നേരം കൊണ്ട് തമ്പി നമ്പർ പോയി. ഹലോ ഹലോ എടാ പിന്നെ എമ്പുരാന്റെ സ്പോയിലർ ഒന്നും ആരും വിളിച്ചു പറയല്ലേ? ഇവിടെ കാണാത്ത കുറേവരല്ലേ? മരിക്കുന്ന ആദ്യം നമ്മ പറയൂല, പൊരിക്കണ്ട. ഡയലോഗ് ഫുള്ള് പറയണോ? രാജാവിന്റെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൊള്ളൊരുത്താത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും സ്പോയിലർ വേണ്ട. ചുമ്മാ അവൻ ചുമ്മാ പറഞ്ഞു, അങ്ങനെ സംഭവമൊന്നുമില്ല. നമ്മ ഇത് നോക്കല് മാത്രമേ ഉണ്ടാവും കേട്ടാ, വണ്ടി ഇരിക്കണ്ടേ. സാക്ക് പറഞ്ഞ സ്പോയിലർ ഒന്നല്ല, ജമാല് പറഞ്ഞ സ്പോയിലർ ഒന്നല്ല. ചുമ്മാ ഹലോ 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 അവിടെ വണ്ടി നമ്പർ പ്ലേറ്റ് ഒന്ന് ചെന്ന് നോക്കോ. പിന്നെ അച്ഛന്റെ നമ്പർ പ്ലേറ്റ് സെറ്റ് ആയി. എല്ലാരും വാ. ഞാനാ വണ്ടി ഓടിക്കുന്ന ആള്. ഹലോ ഹലോ ദൈവ ഫ്രണ്ടിലും ബാക്കിലും എസ്കോട്ട് പോയ വണ്ടി വരുമോ? ഇച്ചിരി അത്യാവശ്യം നല്ല ഒരു ചെറിയ വണ്ടിയാണ്. കാണാൻ കുറച്ച് ഗുണ്ടകളെ വണ്ടി പോലെ വേണം. താക്കോലും കൂടെ തരുമോ? സ്കോർപിയോ താക്കോലൂടെ തരണം. എന്റെ 167 ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് കേട്ടോ. അച്ചായൻ പോയി ഇത് മേടിച്ചിട്ട് വരാം പിള്ളേരെ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ ബ്രോ? പിന്നെ 2 താക്കോലിരിക്കുന്നത്. തന്നെ പിന്നെ മറ്റേ ഫ്രണ്ടിലും ബാക്കിലും പോകാനായിട്ട് നോർമൽ വണ്ടി. നിക്ക്, അത് ഞാൻ പുറത്തു പോയി നോക്കിട്ട് വരാം. കടുവേ പോലെ പുറത്തു പോയി നോക്കണം. അത്രയുള്ള സ്കോർപിയോ ഏതായാലും നോക്കട്ടെ ബ്രോ, നല്ല വണ്ടിയാ നോക്കി തരാം. ഇപ്പൊ തൽക്കാലം എല്ലാരും ക്യാരി ഒക്കെ വണ്ടിയിലൊക്കെ ഇത് അച്ചായ മാത്രമേ ഇരിക്കും. മുമ്പിൽ ഒരാളും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അപ്പുറത്തെ ആരുണ്ടാണ് അച്ചായ? കായ് മശദ് മുമ്പിൽ ഇരിക്കും. ഇവ രണ്ടാളെ ബാക്കിൽ പെട്ടെന്ന് എല്ലാ കമ്മ്യൂണിക്കേഷൻ എല്ലാം റേഡിയോ റേഡിയോ എത്രവേ പോലെ ഉണ്ട്. അവരോട് വന്നിട്ട് കടവുള പോലെ പാട്ടൊക്കെ പാടറേ. ഒരു സിഗരറ്റോടാണല്ലോ അറലുണ്ട്. നമ്മളും വലിക്കൂല. ഇത്രയും വല്ല ഗുണ്ടകളെ ബലിക്കൂലെന്ന് പറയല്ല. ഞാൻ ചിരിക്കൂല, സംസാരിക്കൂലേ? ശരിയാ, ഇങ്ങനെ ചിരിക്കാൻ പറ്റൂല. മാസ് പോവും. കാണുന്ന ആളെ
ഞാൻ പുക എഫക്ട് കൊടുത്ത്. ആർക്ക് ഒരു മിനിറ്റ് അച്ചായ അച്ഛനൊന്ന് പെറ്റാണ്ടൊക്കെ ഒന്ന് പൂജിക്കട്ട്. ഇത് പെറ്റല്ലേ ഒന്ന് പെറ്റല്ലേ എന്റെ അണ്ണനൊന്ന് പെറ്റല്ലേ ആമേ. രണ്ട് കറക്കം കറക്കിട്ട് മറ്റേ പറ ഈശോ വിശ്വാസത്തെ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വിശ്വസിക്കുന്നവർ പോലെ ബാക്കി പാടണം. ഞാനെന്തേലും ബാക്കി പാടും. വണ്ടിയല്ലോ നിങ്ങളുടെ വണ്ടി വരും. ഓ വണ്ടിയൊക്കെ മണി കളർ വൈറ്റ് വേണോ? കവണ കത്തിടണേ മോനെ. എന്താ മോനെ ഇങ്ങോട്ടെ വണ്ടി കയറി അച്ഛനെ വിളിച്ച് ഇങ്ങോട്ടാ മോനെ. വണ്ടി പിള്ളേരെ പറടാ. വണ്ടിന്റെ കളർ അല്ല ഞങ്ങളത് അച്ചായൻ പറയാൻ പുറത്തേക്കൊന്നുമില്ല. ഒരു വണ്ടി വന്നിട്ടോ. ഒരു വണ്ടി ഈ വണ്ടിയിൽ നിങ്ങൾ രണ്ടുപേരോടോ ബാക്കി രണ്ട് വണ്ടി പറയാം. ബാക്കിലൊരു വണ്ടി നടുവിക്കൂടെ. അത് ഒന്നാമത്തെ കാസ് കിട്ടുമ്പോഴേ അംബാസഡറൊക്കെ മാറ്റി വേറെ വണ്ടി എടുക്കണ്ടേ സാക്കേ. എന്നെ അറിയാവുന്നവരോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തന്റെ തന്തയല്ല എന്റെ തന്ത. ശരിയാണ് സാർ. സ്റ്റീഫൻ ഫീലുമായിരുന്നു, ശക്തിയില്ലായിരുന്നു, ബുദ്ധിയില്ലായിരുന്നു. മാരിയമ്മന്റെ മുമ്പ് വെച്ച് പി കെ രാംദാസിന്റെ കരുത്തറത്തില്ലേ? അത് വന്നോടാ. തുപ്പി വന്നവനല്ല, പാസടിച്ച് വന്നവനെ. ഓക്കെ ദൈവം താങ്ക് യു കേട്ടോ. ദൈവം പറ്റുന്നില്ലേ? ആ മഞ്ഞ വരെ കിടന്ന് ആരെങ്കിലും കടത്തി വിടരുത്. വെള്ളം വരെ കിടന്ന് എടാ മറ്റേ ഡയലോഗ് ആരാ പറയുന്നത്? ബാക്കിലൊരു വണ്ടി സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഹലോ ആ ഓക്കെ. എടാ നീ എന്ത് തന്നെ വിളിക്കുന്നത്? ഞാൻ മൂയിച്ചാൻ അണ്ണന്റെ വണ്ടി കുത്തല്ല. തുപ്പുന്ന ദൂരത്തുണ്ട് പോലും അമ്മ റേഡിയോയിൽ മാത്രമേ സംസാരിക്കുള്ളേ. എടുത്ത് തൊടയിലിരി വന്ന തൊടയിലിരിക്കാൻ മുതുക്ക് നേരെ മുതുക്കുമായിട്ട് നേരെ മുതുക്കുമായിട്ട് വണ്ടി ബാക്കിൽ വരുന്നുണ്ടാ. ഒരു മാസത്തിലോ ഞാൻ അങ്ങോട്ട് ചോദിക്കും. അത് ബാക്കി നിങ്ങളൊക്കെ പൂരിപ്പിച്ചോണം. നിങ്ങൾ മറ്റേ പറഞ്ഞാ മതി. മറ്റേ എന്താ കൊള്ളരുത്ത തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടെന്ന് മാത്രം പറഞ്ഞ ബാക്കി ഞാനായിട്ട് മറ്റേ ഒരേ ഒരു രാജാവിന്റെ ഡയലോഗ് സ്റ്റാർട്ടിങ് എത്താ മതി. ബാക്കിയായിട്ട് എന്റെ തന്തയല്ല നിന്റെ തന്ത അത് പറയണോ? കുറച്ച് പമ്പുകളുണ്ട്. കുറേശ്ശെ ഹലോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇറങ്ങില്ലേ വാട്സാപ്പ് ഗ്രൂപ്പ് ബൈജാൻ ഇറങ്ങരുത്. സിനിമയുടെ കഥയും പറഞ്ഞിട്ട് ഹലോ ഹലോ പറഞ്ഞ കൺസൈൻമെന്റ് റെഡിയാണ്. നിങ്ങൾ കെ ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, ഖുറൈശി അബ്രഹാം. ആ ഇത് ആ കെ അല്ല, സോറി ഇത് കണ്ണാപ്പി അബ്രഹാം. ഓ കണ്ണാപ്പി
കണ്ണാപ്പി നമ്മളെ അണ്ണ അച്ചായൻ അച്ചായൻ ആ. ഡയലോഗ് സ്റ്റീഫൻ നമ്മ കണ്ണാപ്പി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാരുടെ പാതി എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ആ അന്ധതയുടെ തായ്വേരിൽ നിന്ന് നീതിമാനെ കരകയറ്റുന്നവരാണ് അനുഗ്രഹീതൻ. ശ്രീപച്ചാന്റെ വണ്ടിയിലാണോ പോന്നെ? എടേ എമ്പുരാന്റെ വണ്ടിയല്ലേ പോന്നെ? അച്ചായന്റെ വണ്ടിയിലാണോ പോന്നെ? പിടിയടാ അവളേടെ അച്ചായന്റെ വണ്ടി തൊട്ട് അവളേട്. വണ്ടി എടുത്തോണ്ട് പോയതിന്റെ അടുത്ത് പറ നിന്റെ തന്നല്ലേ എന്റെ തന്നെ പറ. ഹലോ ഹലോ പെങ്കച്ചേ, എന്റെ തന്തയല്ല എന്റെ തന്ത. കണ്ണാപ്പി നമ്മളോട് കണ്ണാപ്പി ഏത് കണ്ണാപ്പി? അച്ചായ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ചായ നമ്മളെ അച്ചായൻ. കല്യാണം കഴിഞ്ഞായിരുന്നല്ലേ? മറ്റേതാക്കൂ. പി കെ രാംദാസ് സാറിന് മുമ്പിൽ മറ്റേ ബിമൽ നായരുടെ കരുത്തറത്തില്ലേ? തുഫാ തുഫാ തുപ്പി വന്നവനെ തുഫാ 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 തുപ്പി വന്നവനെ. അയ്യേ എന്തൊക്കെ തന്നെ പെണ്ണത്തരാ കാണിക്കുന്നത്. അച്ചായ അച്ചായല്ല ബൈജാൻ. അങ്ങനെ കയറില്ല ഇറക്കി ഇറക്കി വെയിറ്റ് ആക്കി ഞാൻ ഡോർ അച്ചായ മടിയാടാ. ഹലോ ഞാൻ പറഞ്ഞ ഇറക്കടാ എക്സ് അടിച്ച് ഇറക്കടാ. അത് നാട്ടുകാര് എനിക്ക് കുടം പിടിക്കാൻ ആളില്ലല്ലോടാ. ഹലോ അച്ചായന്റെ വണ്ടി ഇറങ്ങണേ. അച്ഛന്റെ വണ്ടി തിറക്കണം. ഞാൻ മറ്റേ നമ്മളാണാ കറപ്പിട്ടോ നേരെ റിപ്പയർ ഷോപ്പ്. നമുക്ക് 100 കിലോ അണ്ടീന്റെ കൺസൈൻമെന്റ് ഉണ്ട്. അണ്ടി കേസോ നമ്മ എടുക്കൂല. എന്റെ പേര് വിഷ്ണു എന്നല്ല എമ്പുരാനെന്നാ. കുറച്ചൊക്കെ വെള്ളക്ക 5 വയസ്സുണ്ടേ പറ. നമുക്ക് രത്നവും ബൈരു നമുക്ക് എതിരാണ്. നമ്മളിവിടെ ഗോൾഡ് അങ്ങനത്തെ കള്ളക്കടത്തിനൊക്കെ എതിരാണ്. ഇവിടെ നമ്മള് കഞ്ചാവ് ഇതൊക്കെ കടത്തും. നമ്മളെ പേര് രാമേട്ടനല്ല. ഹലോ അച്ചായിക്കാട് ഉള്ളത് എടാ ഞാൻ ഇവിടെ മുതുകിന്റെ മറ്റേ മേളോട്ട് കയറി വരുന്ന വഴിയില്ല അവിടെ. ആ കത്തിയടുത്തല്ല അടുത്തേക്കന്നെ വരുന്നത്. നമ്മളെ മറ്റേ കായ് മശൂദ് തൂമ്പിട്ടാ. എന്താ കായ് മശൂദ് എവിടെ പോവാണ്ടാവില്ല. എന്ത് പോയാ? ആ പോയി. അപ്പൊ ഇനി അടുത്ത് ആ കൈ മസൂദാര് കായ് അമ്മസ് ഉത്തരം തന്നെയാണ്. കായ് മശൂരിനെ വണ്ടിക്ക് എത്തണ്ടേ ഇനി ലോഗിനെടുത്തടാ. വെൽക്കന്റെ നമ്മ ഡ്രൈവർ ₹40 സൂപ്പർ ചാറ്റ്. ആ ഓക്കെ കായ് മശൂർ ലീവർത്ത് പറഞ്ഞാൽ ചോദിച്ചാല്. എടാ ഇനി നമ്മള് സീരിയസ് ആയിരിക്കും പുള്ളേ. താഴോട്ട് നമുക്ക് പോ. സീരിയസ് ആണേ. നമുക്ക് നമ്മുടെ മറ്റേ അന്തനില്ലേ അവനെ കൂടെ എടുക്കണം കേട്ടാ. ഓനെടില്ലേ അവൻ സിറ്റി ഇല്ലെന്ന് തോന്നുന്നു. വരാൻ ലൈറ്റ് നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയ ആളുടെ നമുക്ക് അനന്തം വന്നു കഴിഞ്ഞാൽ അവനാണ് കൈമസൂത്. അവനെ കായ് മശൂദാക്കാം. പക്ഷെ ഓനത്തെ പിടിക്കാൻ ആരെയും ആക്കേണ്ടി വരും. ഇവിടെ നിർത്തിയാ മതിയാ. അവർക്ക് വണ്ടി ചേരിച്ചു നോക്കട്ടെ. ഞാൻ ഡോറ് തുറന്നരാ. ഇങ്ങ അങ്ങനെ കീയല്ല. ഡോറ് തുറന്നു വെയിറ്റാക്ക്. നമ്മ ഡോറ് തുറന്നു ഇറങ്ങൂല. മറ്റേ കോട ഇട്ട് വെയിറ്റാക്ക്.
ഹലോ ആരാണ് കോട എടുക്കാൻ നോക്കിയതാ, കോട ഇല്ല സിറ്റിയില്. നിങ്ങൾ എവിടെ വാ, ഞാൻ സ്റ്റീഫൻ നിങ്ങൾ ഉദ്ദേശിച്ച സാറല്ല. ഇങ്ങടെ ഉള്ളതേ എന്നെ കൂട്ട് ഗലിയിൽ എന്നെ കൂട്ട്. You are dealing with the wrong person. വീഡിയോ കിട്ടി സാറേ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവും സാറേ. തന്റെ തന്തയല്ല എന്റെ തന്ത. ഡയലോഗ് മതി പറ സാർ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവും സാർ. എന്താണ് മനസ്സിലാവുക? ഡയലോഗിന്റെ ബാക്കി ആരെങ്കിലും പറഞ്ഞു തരും. ഹലോ ഹലോ റെഡിയാ? എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ ഓ ചായതൊന്നും വരത്തില്ല. സാറേ അറിയാം സാറേ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോഴേ അവർക്ക് മനസ്സിലാവൂ നിങ്ങൾ ഒരേ ഒരു രാജാവാണ് ഞാനെന്ന്. വരൂ സാർ, കുറച്ച് ഇരുന്ന് സംസാരിക്കാം. സാറേ വല്ല കച്ചിത്തുരുമ്പോ വല്ല കിട്ടിയോ സാറേ? ഇനി ഹെൽമെറ്റ് ഇടാതെ വന്നതിന് വല്ല പറ്റിയോ മറ്റോ എന്തെങ്കിലും അടിക്കണോ സാർ? കച്ചിത്തുരുമ്പ് കിട്ടിയില്ല. $5000 ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ ഒക്കെ എടുക്കണം. അല്ലെ എബ്രാൻ 5000 അവിടെ രണ്ടോട്ട് ഫോട്ടോ എടുക്കണം സാർ. ആ പൈസ സാർ ഇപ്പൊ ഗ്യാങ് ഇച്ചിരി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാറേ. പറഞ്ഞത് സാർ EMI എടുത്തിട്ടാണ് ഈ ഗ്യാങ് ഓട്ടിക്കുന്നത്. അത് ട്രഷറിയിൽ എത്തിയിട്ടുണ്ടാവും. EMI അടയ്ക്കാൻ പോലും പൈസ ഇല്ല. കുറച്ച് 10,000 രൂപ സഹായിക്കും സാറേ. അതൊക്കെ വാടക സാറേ. ഖുറേഷി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ. ആർക്കും 1,00,000 രൂപ കിട്ടിയ? ആർക്കും കിട്ടിയ? ആർക്കും കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. അപ്പൊ സാറിന്റെ കൂട്ടത്തിലുള്ള ഒരു വെട്ടിയായിരിക്കും. എന്നെ അറിയാവുന്നവരുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ കൊണ്ട് കിടക്കരുത്. അല്ല എന്താ പണ്ട് പറഞ്ഞത് പറഞ്ഞു. എന്നെ അറിയാവുന്നവരുടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി ഡയലോഗ് എന്താ? അങ്ങനെയൊക്കെ എന്നെ അറിയാവുന്നവരുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ തന്തയല്ല. അങ്ങനെയല്ല സാറേ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഡയലോഗ് പറഞ്ഞു സാറേ. ഡയലോഗ് ഞാൻ എഴുതി തരോ? ഒരു ഡോക്യുമെന്റ് ഉച്ചക്ക് കടത്തെ കഞ്ചാവ് എത്തിയായിരുന്നു. എന്നെ അറിയാവുന്ന ഇല്ല നമ്മളെ വണ്ടി താഴെ വന്ന് എടാ നമ്മളെ വണ്ടി താഴെ കിടക്കുന്ന വണ്ടി കയറി. ആ ഓക്കെ പോട്ടെ. കർഷകനല്ലേ സാറേ, ഒരു വള്ളി പിടിക്കാൻ ഇറങ്ങിയതാ. സാറേ മുതുക്കി ഇറങ്ങിയാ മാസം ഉടനെ മുതുക്കി ഇറങ്ങണം. സോറി പറയാമോ ഇവിടുന്ന് എല്ലാരും കേൾക്കുമ്പോ? പിന്നെ എന്തേലും വേണം സാറേ ഇത് എപ്പോഴാ സാറേ പോന്നേ? സാർ എന്തൊക്കെയാ പറഞ്ഞേ? സാറേ അതൊക്കെ ചുമ്മാ പറഞ്ഞു. സാറിനെ അങ്ങോട്ട് ഇറക്കിയേ. ഒരു മാസം റോളിൽ വന്നാ സാറേ ഒന്ന് അവിടെ ഇറക്കൂ. ആ സാറേ മാസമായിട്ട് ഇറങ്ങണം. മാസമായിട്ട് എന്നിട്ട് സാറ് വന്ന് ഡോറൊക്കെ തുറന്നു തരണേ. പിന്നെ എന്തൊരു വേണം വേറെ? സാറേ എന്തിനാണ് സാറേ കാണിക്കുന്നേ? ചാടല്ലേ തെറിച്ചു. ആ പൊറോട്ട ഇരുന്നോ. അച്ചായ കുടിക്കുന്ന അച്ചായ
അച്ഛൻ്റെ വണ്ടി ലോക്ക് പിക്ക് ചെയ്യാനില്ലടാ നീയൊക്കെ. എങ്ങനെ കൊണ്ടുവരാൻ വരും? പീടിക്ക് പോയി അച്ചായ അവരെ പിടിക്കുക ഇനി കുപ്പായം നോക്കത്ത് ഈ വണ്ടി പോകുന്നതിന് വേഗം നമുക്ക് നടക്കാലോ ഇറങ്ങി. ആ ബാക്ക് ചെയ്താ ഓറഞ്ച് കൊണ്ടിരി കൊറേ നേരം പിന്നാലെ കൊറേ നേരമായ പീടി വന്നായിരുന്നേ മെറ്റടിച്ചോ. ഇറങ്ങി 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 അച്ചായ ഒരു കാര്യം പറഞ്ഞോട്ടാ, ഇവിടെ കേനോട് ആരും മുട്ടാൻ നിക്കരുത്. അത്ര ഉള്ള അച്ചായ. പക്ഷെ വണ്ടി ഇറങ്ങുമ്പോ ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങി അത്രയും നല്ലതാ. ഒറ്റടിക്ക് ചാവണ്ടല്ലോ കുറച്ച്. ഹലോ ഒന്ന് മാറണേ മാറേ ഒന്ന് മാറണേ. ഹലോ മാറണേ. അച്ചായനാണ് അച്ചായനാണ്. പിന്നെന്താ ഇത്ര ലുക്ക് സൂപ്പർ. അതിനകത്ത് മറ്റേ സയ്യിദ് മസൂദ് ആരാണ് അതിനകത്ത്? സയ്യിദ് മസൂദ് ആബ്സെന്റ് ആണ്. സ്റ്റീഫ കാട്ടാക്കട കേറ്. കാട്ടാക്കടായാ സോറി സ്റ്റീഫൻ പരിപ്പള്ളി. ഓർഞ്ഞോണ്ടി ഇത് ഇവിടെ അടിച്ചു വന്നാലാ വണ്ടി വെച്ച് എടത്തൂല. അല്ല ബ്രോ ഒന്ന് മാറിക്കണേ ബ്രോ. ഇത് സ്റ്റീഫ് അച്ചായൻ വണ്ടിയാന്ന്. ട്രക്ക് റോട്ട് കൂടി ബ്രോ അടിച്ചു കൊല്ലേ ബ്രോ. ഇറങ്ങണേ. ഗൺ പോയിന്റ് ആണേ. എന്താ ബ്രോ പിന്നാലെ എടുക്കുന്നത്? അച്ഛൻ പിന്നാലെ നടക്കാൻ പറ്റൂലല്ലോ ബ്രോ. ബ്രോ ഒരു വലിയ സീനൊന്നുമില്ല ബ്രോ. അച്ഛൻ ഹലോ ബ്രോ ഖുറൈശി അബ്രാഹിമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ട പറ. നീ കേട്ട പറഞ്ഞിട്ട് പോയാ മതി. കേട്ട പറയാനോ? പറ. ഖുറൈശി എബ്രാഹിം ഗ്യാങ് പറഞ്ഞ ആള് ഈ ഡ്രഗ് ഡീലേഴ്സിനൊക്കെ എന്താ പറയാ വളരാൻ അനുവദിക്കാണ്ട് ആഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ആരാ ബോബിനെ കൊന്നൊരു മനുഷ്യനാണ്. ഏത് ലോബി? ലോബി അല്ല ബോബി. ബോബി ബോബി നിങ്ങളെ അനിയത്തിന്റെ ഭർത്താവ്. കുറച്ച് താഴ്മയായിട്ട് അങ്ങനെ മാസമായി പറഞ്ഞു. നമ്മുടെ കെ ഗാങ്ങിലെ സയ്യിദ് മസൂദും കുറെ പേര് മിസ്സിംഗ് ആണ്. വണ്ടി കൊള്ളതാത്തവർ തന്റെ സ്വാർത്ഥത കൊണ്ടും ക്രൂരത കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാരും വശത്ത് നിന്ന് ആക്രമിക്കുന്നു. ഫോൺ നോക്കി വായിച്ചാ ആൾക്കൂട്ടം അച്ചായ ഫസ്റ്റ് തന്നെ ഇറങ്ങല്ലേ? അച്ചായ ഫസ്റ്റ് തന്നെ ഇറങ്ങല്ലേ? നമ്മളെല്ലാരും ഇറങ്ങിയിട്ട് ഒന്നാമത്തെ കാര്യം പട്ടി നമ്മളിവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ചില്ല് പൊട്ടിയ ക്ലാസ് ആയിട്ട് വരുന്ന സ്റ്റീഫനാ. നമ്മുടെ സയ്യിദ് മസൂദ് പോയല്ലോടാ. പോലെ തിരിച്ചടാ പഞ്ചറാണ്. കർഷകനല്ലേ വണ്ടി ഒന്ന് പഞ്ചറിങ്ങിയതാ. കർഷകൻ പുല്ലാണോ തല വെച്ചേക്കുന്നത്? കൊള്ളിച്ചു പറഞ്ഞവര് കർഷകനാണ് സാറേ. തമിഴ്നാട് ബേസ്. അവിടെ ഫുള്ള് തമിഴ്. നമുക്ക് അറിഞ്ഞോടാ. ഭാഷ അറിഞ്ഞോടാ. തമ്പി മയിൽവാഹനം ചോര് സാറേ അങ്ങോട്ട് പോയി.